ഹലോ കൂട്ടുകാരെ, ഒരു ചിക്കൻ പാസ്ത എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ പാസ്തയ്ക്ക് ആവശ്യമായി 200 ഗ്രാം പാസ്ത മേടിക്കണം. പിന്നെ ചിക്കൻ ബോൺലെസ് 100 ഗ്രാം മതി. അത് ആദ്യം തന്നെ ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ബോൺലെസ് ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും പറ്റിയിട്ടുണ്ടായിരുന്നു. അത് മഞ്ഞൾപ്പൊടി പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. അത് ആദ്യം തന്നെ ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. 5-10 മിനിറ്റ് കൊണ്ട് ഇത് ഫ്രൈ ആയി കിട്ടും. അത് വറുത്ത് കോരി എടുത്ത് വെക്കണം. പിന്നെ ഇതിന് ആവശ്യമായ പച്ചക്കറികൾ 2 കാരറ്റ്, 1 കാപ്സിക്കം, 1 സവാള എല്ലാം നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വെക്കാം. ഇതിനാവശ്യമായ പാസ്ത 200 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം. ആ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ച് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാസ്ത അതിലേക്ക് ഇടണം. പാസ്ത ഈ വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഇട്ടാൽ മതി. അതിലേക്ക് ഇട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. അപ്പോൾ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആണ് അറിയുന്നത്. അപ്പോൾ അതിൽ നിന്ന് അരിച്ച് കോരി മാറ്റി വെക്കണം. ചോറ് കോരി വെക്കുന്ന പോലെ തന്നെ പാസ്ത കോരി എടുത്ത് വെക്കണം. പിന്നെ ഈ നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ ഓയിൽ ഒഴിച്ച് പൊടിയായിട്ട് അരിഞ്ഞ പച്ചക്കറികൾ വേവിച്ചെടുക്കാം. ഇത് അധികം മൂത്ത് കൊണ്ട് ഹാഫ് കുക്ക്ഡ് ആയാൽ മതി. ആദ്യം സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഇടണം, പിന്നെ കാരറ്റ് ഇടണം, ലാസ്റ്റ് കാപ്സിക്കം കൂടെ ഇട്ട് നല്ലപോലെ ഫ്രൈ ആവണ്ട, ഹാഫ് കുക്ക്ഡ് ആക്കി വറുത്ത് കോരിയെടുക്കാം. ഇതിന് ആവശ്യമായ ലേശം ഉപ്പ് അപ്പം തന്നെ ഇടാം. ലാസ്റ്റ് കാപ്സിക്കം കൂടെ ഇട്ട് സെല്ലറി നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ ഈ സെല്ലറിയും കൂടെ ഇട്ട് ഇതെല്ലാം കൂടെ പാനിൽ നിന്ന് കോരിയെടുത്ത് വെക്കാം. ഈ പാനിൽ തന്നെയാണ് നമ്മൾ പാസ്ത സോസ് ഉണ്ടാക്കുന്നത്. പാസ്ത സോസ് ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്രാം ബട്ടർ ഇടണം. ബട്ടർ ഇട്ട് മെൽറ്റായി വരുമ്പോഴത്തേക്കും 2 സ്പൂൺ കോൺഫ്ലവർ ഇടാം. കോൺഫ്ലവർ ഒന്ന് ഫ്രൈ ആയി വരണം. 2 മിനിറ്റ് കൊണ്ട് അത് ബട്ടറും കോൺഫ്ലവറും ഫ്രൈ ആയി വരും. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ഗ്ലാസ് പാലാണ് ഒഴിക്കേണ്ടത്. പാസ്ത സോസ് മേടിക്കാനൊക്കെ കിട്ടും, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം കിട്ടും, അത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. കോൺഫ്ലവറും പാലുമാണ് ഉപയോഗിക്കുന്നത്. പാലൊഴിച്ച് നല്ലപോലെ ഇത് തിളപ്പിച്ചെടുക്കണം. കട്ടയൊക്കെ നല്ല ഇതായിട്ട് പോകണം. കട്ടയൊക്കെ മെൽറ്റായിട്ട് ലിക്വിഡ് പോലെ ആവും. തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. പാസ്ത വേവിച്ചത്, ചിക്കൻ ഫ്രൈ, വെജിറ്റബിൾസ്. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു ഇത്തിരി ഒറിഗാനോയും 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇടാം. അധികം ആവശ്യമില്ല, എരിവിനനുസരിച്ച്. എരിവ് അധികം വേണമെന്നില്ല ഇതിന്. കുരുമുളക് പൊടി ഇട്ട് തിളച്ച് ഇനി വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഫ്രൈ ആക്കിയ സാധനങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ ആദ്യം തന്നെ പാസ്തയാണ് ഇടുന്നത്. ഞാൻ പാസ്തയാണ് ഇട്ടത്. പാസ്ത ഇട്ട് ഇതിന് ഒത്തിരി നീണ്ടിരിക്കണമെങ്കിൽ കുറച്ചുകൂടെ പാലൊഴിക്കാം, അല്ലെങ്കിൽ കുറുകി ഇരിക്കണമെങ്കിൽ പാലധികം വേണമെന്നില്ല. അതിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും ഫ്രൈ ആക്കിയ ചിക്കനും ഇടാം, പച്ചക്കറികളും ഇട്ട് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. വൈകുന്നേരമൊക്കെ വരുമ്പോൾ, സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒക്കെ ഉണ്ടാക്കി നോക്കി കൊടുക്കാം. എൻ്റെ ഉണ്ടാക്കിയ റെസിപ്പി ഇഷ്ടമായ എല്ലാവരും കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ. പച്ചക്കറികളും എല്ലാം കൂടെ ഇട്ട് നല്ലപോലെ മിക്സാക്കി ചൂടോടെ കഴിക്കാം. നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ലാസ്റ്റ് ഞാൻ ഇത്തിരി ചീസും കൂടെ ഇട്ടു. ചീസും നിർബന്ധമില്ല, ഇഷ്ടമുള്ളവർക്ക് ഇടാം. ഓക്കെ.